ഹലോ കൂട്ടുകാരെ, വിധിച്ചാർത്ത് രണ്ട് ഹൃദയങ്ങൾ പാർട്ട് 10. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഡോക്ടർ പറഞ്ഞ ആ സന്തോഷ വാർത്ത കേട്ടതിന് ശേഷം അർജുനും ദേവികയും കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല. അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അർജുൻ പതുക്കെ ദേവികയുടെ കൈ പിടിച്ചു. ദേവു, ശരിക്കും നമ്മുടെ കുഞ്ഞാണല്ലേ? ദേവിക പുഞ്ചിരിച്ചു. അതെ. അർജുൻ അവളുടെ കയ്യിൽ ഒരു ചുംബനം നൽകി. എനിക്ക് എന്തു പറയണമെന്ന് പോലും അറിയില്ല. എനിക്കും ഇത്രയും സന്തോഷം ഒരുമിച്ച് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ദേവിക അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണിത്. അർജുൻ അവളുടെ വയറിലേക്ക് നോക്കി. ഇവിടെ നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദം ഇടറി. ദേവിക ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ കരയുകയാണോ? അല്ല, കള്ളം. അർജുൻ ചിരിച്ചു. സന്തോഷം കൊണ്ടാണ്. വീട്ടിലെത്തിയ ഉടൻ അർജുൻ ആദ്യം രാഘവനെയും സുജാതയെയും വീഡിയോ കോൾ ചെയ്തു. അച്ഛാ, അമ്മേ, ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സുജാത ആകാംക്ഷയോട് ചോദിച്ചു. എന്താ മോനെ? അർജുൻ ദേവികയെ നോക്കി. ദേവിക നാണത്തോടെ തല താഴ്ത്തി. അമ്മൂമ്മയാകാൻ തയ്യാറായിക്കോ? ഒരു നിമിഷം സുജാതയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ശേഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ശരിയാണോ? ദേവിക പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കി. രാഘവനും സന്തോഷത്തോടെ ചിരിച്ചു. മോനെ, ഇതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ആ രാത്രി ദേവിക കിടക്കയിലിരിക്കുകയായിരുന്നു. അർജുൻ അവളുടെ അരികിൽ വന്നിരുന്നു. ദേവു, നമ്മുടെ കുഞ്ഞിന് എന്ത് പേരിടും? ദേവിക ചിരിച്ചു. ഇപ്പോഴേ പേര് ചിന്തിച്ചു തുടങ്ങിയോ? അതെ, ഞാൻ അച്ഛനാകാൻ പോകുകയല്ലേ. അവൾ അവൻ്റെ കൈ പിടിച്ചു. ആദ്യം കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കട്ടെ, പിന്നെ പേര് തീരുമാനിക്കാം. അർജുൻ പുഞ്ചിരിച്ചു. ശരി, പക്ഷേ ഒരു കാര്യം ഉറപ്പ്. എന്താ? നമ്മുടെ കുഞ്ഞ് വളരുമ്പോൾ ഈ കഥ മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തു കഥ? അർജുൻ അവളെ നോക്കി ചിരിച്ചു. പരസ്പരം ഇഷ്ടമില്ലാതെ തുടങ്ങിയ രണ്ട് ഹൃദയങ്ങൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ചുവെന്ന കഥ. ദേവിക അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. ആ രാത്രി അവരുടെ മനസ്സിൽ ഒരു പുതിയ സ്വപ്നം കൂടി ജനിച്ചു. അവരുടെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന സ്വപ്നം. തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.